നമസ്കാരം. ഇന്നിപ്പോൾ വലിയൊരു ഫാഷനാണ് ശൂദ്രൻ ബ്രാഹ്മണ വാദം. ശൂദ്രന് വേദം പഠിക്കാൻ പറ്റിയില്ല, ബ്രാഹ്മണന്മാർ സമ്മതിച്ചില്ല. ഇതാണ് തർക്കം. ഇതിൻ്റെ ഒരു നിജസ്ഥിതി എന്താണെന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ചാതുർവർണ്ണയമാണല്ലോ ഈ എല്ലാവരെയും പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഇതിനെതിരെ വർത്തമാനം പറയുന്ന ആളുകളെ പ്രകോപിപ്പിക്കുന്ന ചാതുർവർണ്ണയമാണ്. വർണ്ണം ജാതിയല്ല, ഗുണഗണങ്ങളാണ്. ഓരോരുത്തരുടെയും കർമ്മമനുസരിച്ച് അവർ ഇന്ന വിഭാഗത്തിൽ വരുന്നു. ഇന്നിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ നിശ്ചിത ശമ്പളമുള്ളവർ ഗസറ്റ് ഓഫീസർമാർ, അതിന് താഴെയുള്ളവർ NGOമാർ, പ്യൂണന്മാർ, അറ്റൻഡർമാർ, സെക്യൂരിറ്റിമാർ, ഇങ്ങനെ തുടങ്ങി IAS വരെയുള്ള കാറ്റഗറി ഇപ്പോഴും ഉണ്ട്. ബിസിനസ് എടുത്താലുണ്ട്, ഏത് മേഖലയിലും കാറ്റഗറി ഉണ്ട്. അപ്പോൾ കാറ്റഗറൈസേഷൻ ഇല്ലാതെ ഒരു സമൂഹത്തിന് നിൽക്കാൻ പറ്റില്ല. മന്ത്രി ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുണ്ട്, മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ ഗവർണറുണ്ട്, ഗവർണർ ഉണ്ടെങ്കിൽ രാഷ്ട്രപതിയുണ്ട്, പ്രധാനമന്ത്രിയുണ്ട്, പിന്നെ അവർക്ക് സെക്രട്ടറി ഉണ്ടെങ്കിൽ ഹൈറാർക്കിയൽ റിലേഷൻ ഇല്ലാതെ ഇരിക്കാൻ പറ്റത്തില്ല. ഇതിലൊരു കൊച്ചു കഥയൂടെ പറയാം. ഒരിക്കൽ പരമശിവനും പാർവതിയും കൂടി എന്തോ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഇതൊരു കഥയാണ്. കൈലാസത്തിലൊരു സ്ത്രീ, ഒരു വയസ്സായ സ്ത്രീ ഇങ്ങനെ തൂത്ത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാർവതിക്ക് അവരോടൊരു സിമ്പതി തോന്നി. പാർവതി പരമശിവനോട് പറഞ്ഞു, അല്ലയോ പ്രഭു, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? നമ്മൾ ഇതുവരോടൊരു സിമ്പതി കാണിക്കണ്ടേ? ഇവർ എത്ര കാലമായി ഇവിടെ തൂക്കുന്നു? ഒന്നുകിൽ അവർക്കൊരു പ്രൊമോഷൻ കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് ശമ്പളം കൂട്ടി കൊടുക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ പരമശിവൻ പാർവതിയോട് പറഞ്ഞു, ശരിയാണ്, ശമ്പളം കൂട്ടി കൊടുക്കണം, അവർക്ക് പ്രൊമോഷനും കൊടുക്കണം. ഞാൻ വിചാരിക്കുന്നതല്ല അവരെ ഈ ജോലിയിൽ നിന്ന് തന്നെ മാറ്റിക്കളയാന്നാണ്. പക്ഷെ പകരം നാളെ തൊട്ട് പാർവതി ഇവിടെ തൂക്കണം. പാർവതിയിലെ തൂക്കാൻ ഒരാളെ കൊണ്ടുപോവാ. ഇതൊരു വലിയ വിഷയമാണ്. ഹൈറാർക്കൽ റിലേഷൻ ഇല്ലാതെ ഒരു സൊസൈറ്റിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അന്നത്തെ ഹൈറാർക്കൽ റിലേഷൻ എന്തായിരുന്നു? ഒരു ജനിക്കുന്ന കുട്ടിക്ക് ഉടൻ തന്നെ, ഒരു കുട്ടി ജനിച്ചാൽ, ഒരു കുടുംബത്തിൽ ജനിച്ചാൽ, ഒരു കുട്ടി ജനിച്ചാൽ ഉടൻ തന്നെ അവൻ ശൂദ്രനാണ്, വൈശ്യനാണ്, ക്ഷത്രിയനാണ്, ബ്രാഹ്മണനാണെന്ന് തീരുമാനിക്കുന്നില്ല. 12 വയസ്സ് വരെ വീട്ടിലാണ് സഹവാസം. ആദ്യ ഗുരു, അമ്മ, അച്ഛൻ, കുടുംബം, കൃഷി, അടുക്കള കാര്യങ്ങൾ, വീട്ടിലെ പൂജ, അങ്ങനെ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എല്ലാവരും 12 വയസ്സ് വരെ എല്ലാ കുട്ടികളും. പിന്നെ ഒരു 12 വർഷക്കാലം പഠനത്തിൻ്റെ കാലമാണ്. ഈ 12 വർഷക്കാലം പഠിക്കാൻ പോകുമ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരെയും പഠിപ്പിക്കും. പഠിപ്പിച്ചു കഴിഞ്ഞാൽ 24 വയസ്സിൽ വെച്ച് വഴി പിരിയും. നമ്മളിവിടെ ആളുകൾ തൊഴിലിന് വേണ്ടി പിരിയുന്ന പോലെ തന്നെയാണ്. ഇവിടെ PG ഒക്കെ എടുത്ത് പിരിയുന്ന പോലെ തന്നെയാണ്. വഴി പിരിഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർ ഓരോ ജോലി തിരഞ്ഞെടുക്കും. ബൗദ്ധികമായ കാര്യങ്ങളിൽ കുറിച്ച് ചിന്തിക്കുവാനും പറയുവാനും ഒക്കെ ഉള്ള ആളുകൾ ബ്രാഹ്മണ്യം നേടിയവർ അല്ലെങ്കിൽ ബ്രാഹ്മണന്മാരായി കണക്കാക്കും. നമ്മുടെ IAS അല്ലെങ്കിൽ ആ വിഭാഗം പോലെ ഒരു ഉയർന്ന വിഭാഗമായി കണക്കാക്കും. ഉയർന്ന മീൻസ് ബൗദ്ധികമായി ഉയർന്ന ബ്രാഹ്മണന്മാർ. രണ്ടാമത് കായിക ബലത്തോടു കൂടിയ ഇന്നത്തെ സൈന്യത്തൊക്കെ പോലുള്ള വളരെ കായിക ശേഷിയൊക്കെയുള്ള അത്തരം കാര്യങ്ങളിൽ അഭിരുചിയുള്ളവരെ ക്ഷത്രിയന്മാർ. ബിസിനസ് കാര്യങ്ങളിൽ അഭിരുചിയുള്ളവരെ വൈശ്യന്മാർ. മറ്റ് സേവന കാര്യങ്ങളിൽ, അതെല്ലാം കഴിഞ്ഞിട്ട് ചെയ്യുന്ന സേവന കാര്യങ്ങളിൽ അഭിരുചിയുള്ളവർ ശൂദ്രന്മാർ. ഇനി ഒരു വീട്ടിൽ തന്നെ ബ്രാഹ്മണനും ഉണ്ടാവും, ഈ ബൗദ്ധികമായ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തി ഉണ്ടാവും, ക്ഷത്രിയനും ഉണ്ടാകും, ശൂദ്രനും ഉണ്ടാകും, വൈശ്യനും ഉണ്ടാകും. ഓരോ കാര്യങ്ങൾ ജോലി ചെയ്യുന്ന അനുസരിച്ചാണ്. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഡോക്ടറുണ്ട്, എഞ്ചിനീയറുണ്ട്, ബിസിനസ് ചെയ്യുന്നവരുണ്ട്, ചിലപ്പോൾ ചില വീട്ടിൽ കൂലി വേലയ്ക്ക് പോകുന്നവർ കാണും, എല്ലാവരും കാണും. ഒരു വീട്ടിൽ തന്നെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ചാതുർവർണ്ണയത്തിൻ്റെ വർണ്ണങ്ങൾ ഇപ്പോഴും ഉണ്ട്. അതുണ്ടെങ്കിലേ സമൂഹത്തിന് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. എല്ലാവരും ഡോക്ടറായ നഴ്സ് വേണ്ടേ? പിന്നെ എല്ലാവരും നഴ്സായ പാരാമെഡിക്കൽ സ്റ്റാഫ് വേണ്ടേ? അപ്പോൾ എല്ലാവർക്കും ഒന്നാവാൻ പറ്റില്ല. അങ്ങനെ യൂണിഫോമിറ്റി ഇല്ല. അതൊക്കെ ചുമ്മാ ഉടായ്പ ചേട്ടന്മാർ പറഞ്ഞു വരുത്തുന്നതാണ്, ആളുകളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞു വരുത്തുന്നതാണ്. അപ്പോൾ ഈ ഹൈറാർക്കി റിലേഷൻ ഉണ്ടായിരുന്നു, എല്ലാ കാലത്തുമുണ്ട്, എല്ലാ സമൂഹത്തിലുമുണ്ട്. അത് ആവശ്യവുമുണ്ട്. എവിടെയാ പിഴച്ചത്? ഇടയ്ക്കൊരു പിഴവ് പറ്റി. അതെവിടെ പറ്റിയത്?
ഇനി ഒരു കാര്യം കൂടെ മനസ്സിലാക്കിയിട്ട് അവ പിഴവിലേക്ക് വരാം. ബ്രാഹ്മണനായാൽ ഒരാളെ ബ്രാഹ്മണനായി തീരുമാനിച്ചു കഴിഞ്ഞാൽ 3 വിഭാഗത്തിലാണ് അദ്ദേഹത്തെ അങ്ങനെ ബ്രാഹ്മണന്മാരെന്ന് പറഞ്ഞ് പലരും വിലയിരുത്തുന്നത്. കുറച്ച് ആളുകൾ വിലയിരുത്തുന്നത് ബൗദ്ധികമായി ഉയർന്ന തലത്തിലേക്ക് നിൽക്കുന്ന ആളുകൾ, ബൗദ്ധികമായ കാര്യങ്ങൾ ചിന്തിക്കുക, സമൂഹത്തിന് ഉപദേശം കൊടുക്കുക, അങ്ങനെ ഒരു ഉപദേഷ്ടാക്കളുടെ റോളിലൊക്കെ വന്ന ആളുകൾ. പിന്നെ കുറച്ച് പേര് പറയുന്നത്, പിന്നെ ഒരു ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു ചിന്ത, ദൈവിക കാര്യങ്ങൾ കൂടുതൽ ഇടപെടുന്നവർ. പിന്നൊരു ചിന്ത, നിയമത്തിൻ്റെ അതീതരാണ്. ഇന്നത്തെ നിയമലംഘകരല്ല. നിയമലംഘനം വേറെ, നിയമത്തിന് അതീതരെന്ന് പറയുന്നവർ. നിയമാതീതർ എന്ന് പറഞ്ഞാൽ കൃത്യമായി ഇത്ര വസ്ത്രം വേണമെന്ന് നിർബന്ധമില്ല, കിട്ടിയാൽ സന്തോഷം, കിട്ടുന്നത് കൊടുക്കും. ഇത്ര ഭക്ഷണം വേണമെന്ന് നിർബന്ധമില്ല, കിട്ടിയാൽ കഴിക്കും, കിട്ടുന്നത് കഴിക്കും. ഇന്ന സ്ഥലത്ത് കിടക്കണമെന്ന് നിർബന്ധമല്ല, കിട്ടുന്നിടത്ത് കിടക്കും, കിടക്കാൻ പറ്റിയില്ലേ കിടക്കില്ല. യാത്രയായിരിക്കും. അങ്ങനെ വേറൊരു തലത്തിലുള്ള ജീവിതം നയിക്കുന്നവരായിരിക്കും. എന്നാൽ അറിവിൻ്റെ കാര്യത്തിൽ ഒന്നാമതായിരിക്കും. അവർ അറിവിൻ്റെ കാര്യത്തിൽ വളരെ ഉയർന്നവരായിരിക്കും. ഇനി ഈ ആളുകൾ തന്നെ കൂടുതൽ സഞ്ചാരമായിരിക്കും, യാത്രയായിരിക്കും. ഗ്രാമങ്ങളിലും പ്രദേശങ്ങളിലൊക്കെ യാത്രയായിരിക്കും. കൂടുതൽ വേദകാര്യങ്ങൾ, ഉപനിഷത്തിൻ്റെ കാര്യങ്ങൾ, പുരാണ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കലാണ് അവരുടെ ജോലി. അതുകൊണ്ട് തന്നെ അവരെ വലിയ ദേവതുല്യരായി ജനങ്ങൾ കണ്ടിരുന്നു. അവർക്ക് കൊടുക്കുന്നതിന് വേണ്ടി മാത്രമായി പശുവിൻ പാല് വീട്ടിൽ സൂക്ഷിച്ചിരുന്നു. അതിൻ്റെയൊക്കെ കൂടെ ഭാഗമായിട്ടാണ് ഈ പശു വളരെ വലിയൊരു ബഹുമാനിക്കപ്പെടുന്ന മൃഗമായി മാറിയത്. അല്ലാതെ വെറുതെ ചാണകം കൊടുക്കുന്നതുകൊണ്ട് മാത്രമല്ല. പശുവിൻ പാൽ അതിനു വേണ്ടി ബ്രാഹ്മണർക്ക് കൊടുക്കാൻ വേണ്ടി മാത്രം പശുവിനെ വളർത്തുന്ന ശീലമൊക്കെ ഉണ്ട് മിക്ക വീടുകളിലും. ആ പശുവിൻ്റെ പാൽ മറ്റാരും കൊടുക്കുന്നില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാ വീട്ടിലും ഉണ്ടേ. ഈ 12 വയസ്സ് കഴിഞ്ഞ് 24 വയസ്സ് കഴിഞ്ഞ് ഇത് നേടിയിട്ടുള്ള ഈ വിദ്യ നേടിയിട്ടുള്ള എല്ലാവരും ബ്രാഹ്മണരാണ്. അപ്പം മിക്ക വീടുകളിലും ഉണ്ട്. എല്ലാ വീട്ടിലും കാണാം. ചിലപ്പോൾ ചില വീടുകളിൽ കാണില്ല. ചില വീടുകൾ കൂടുതൽ ക്ഷത്രിയരായിരിക്കും, ചില വീടുകളിൽ കൂടുതൽ വൈശ്യരായിരിക്കും, ചില വീടുകളിൽ കൂടുതൽ ശൂദ്രന്മാരായിരിക്കും, ചില വീടുകളിൽ കൂടുതൽ ബ്രാഹ്മണന്മാരായിരിക്കും. ഇതായിരുന്നു കഥ. അപ്പോൾ 24 വയസ്സ് കഴിഞ്ഞ് ഇങ്ങനെ ഓരോരുത്തരും ഓരോ തൊഴിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ചില നിയന്ത്രണങ്ങൾ വെച്ചിരുന്നു. അതിപ്പോഴും ഉണ്ടല്ലോ. ഹോമിയോ ഡോക്ടർക്ക് അലോപ്പതി ചികിത്സ നടത്താൻ പറ്റില്ല, പോലീസ് കൊണ്ടുപോകും, കേസെടുക്കും. ആയുർവേദ ഡോക്ടർക്ക് അലോപ്പതി ചികിത്സ ചെയ്യാൻ പറ്റില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറ്റത്തില്ല. നാട്ടുവൈദ്യത്തിന് അലോപ്പതി ചികിത്സ ചെയ്യാൻ പറ്റുമോ? LLB പാസ്സാവാതെ വക്കീലാവാൻ പറ്റുമോ? വ്യാജ വക്കീലന്മാരില്ലേ, വ്യാജ ഡോക്ടർമാരില്ലേ? അതുപോലെ വ്യാജ ബ്രാഹ്മണന്മാരും ഉണ്ടായിരുന്നു. വേദം പഠിക്കാതെ അല്ലെങ്കിൽ അതിലേക്ക് താല്പര്യമില്ലാതെ ആ കോഴ്സാണത്, അതൊന്നും ചെയ്യാതെ അത് ചെയ്യണം എന്നാഗ്രഹിച്ച് അല്ലെങ്കിൽ അതിലിടപെടുന്നവരുണ്ട്. അവർക്ക് ശിക്ഷയുമുണ്ട് അവിടെ. ഇപ്പോഴും ഉണ്ട് ശിക്ഷ, എല്ലാ കാലത്തുമുണ്ട്. ഇനി ബ്രാഹ്മണന്മാർ ഞാൻ പറഞ്ഞു കൂടുതൽ യാത്രയുള്ളവരാണ്. അവർക്ക് സ്വന്തമായി വസ്തുവില്ല, പലപ്പോഴും അവർക്ക് സ്വന്തമായി വീടില്ല. ഒരു വീട്ടിൽ അവർ ജനിച്ചുവെങ്കിലും അവരെ പേരിൽ സ്വന്തമായി വസ്തുവില്ല, സ്വന്തമായി ഒന്നും സമ്പാദിക്കുന്നില്ല. അവർ കൂടുതൽ യാത്രയാണ്. യോഗങ്ങളിലും കുടുംബങ്ങളിലും എല്ലായിടത്തും പോയി ഈ വിജ്ഞാനം പറയലാണ് അവരുടെ ജോലി, ഉപദേശം നൽകലാണ്. അവർ ഉപദേഷ്ടാക്കളാണ്. പക്ഷെ ഇതിനിടയിൽ മനുഷ്യരാണല്ലോ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അവിടെയാണ് പ്രശ്നം. മനുഷ്യരിതൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ എത്ര നല്ല സിദ്ധാന്തം ഉണ്ടാക്കി വെച്ചാലും അധികാരം, സമ്പത്ത്, കാമം, മോഹം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ മനുഷ്യനെ സ്വാധീനിക്കും. പുരുഷനാണെങ്കിൽ സ്ത്രീകളോട് താല്പര്യം, അത് ഒന്നിലധികം സ്ത്രീകളോട് താല്പര്യം. സ്ത്രീകൾക്കാണെങ്കിൽ പുരുഷന്മാരോട് താല്പര്യം, അധികാരത്തോട് വല്ലാത്ത താല്പര്യം, സമ്പത്തിനോട് താല്പര്യം, പദവികളോട് താല്പര്യം. ഇതെല്ലാ കാലത്തും ഉണ്ട് ഈ താല്പര്യം. ഇതുള്ള മനുഷ്യർ ഇതൊന്നും വകവച്ചില്ല. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. ഇഷ്ടമുള്ളതൊക്കെ എഴുതി വെച്ചു. വേദത്തിൽ പറഞ്ഞതും പറയാത്തതും, ഉപനിഷത്തിൽ പറഞ്ഞതും പറയാത്തതും ഒക്കെ അവരുടെ ഭാഷ്യങ്ങളിൽ അവർ എഴുതി വെച്ചു. ശൂദ്രന് ഇത് ചെയ്യാൻ പാടില്ല, വൈശ്യൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ബ്രാഹ്മണൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ പാടില്ല, കല്യാണം കഴിക്കാൻ പാടില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചു. കാലം കഴിഞ്ഞ് വന്നപ്പോൾ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിക്കുന്നവർ ഈ യഥാർത്ഥ ബ്രാഹ്മണ ചിട്ട വഹിച്ചില്ലെങ്കിൽ അവർ ബ്രാഹ്മണരായി.
ശൂദ്ര കുടുംബത്തിൽ ശൂദ്രനായി ജീവിക്കുന്ന ഒരാളിനെ, സേവന മേഖലയിൽ ജീവിക്കുന്ന ജോലി ചെയ്യുന്ന ഒരാളിന് ഒരു മകനോ മകളോ ഉണ്ടായാൽ അവർ ആ ജോലി തന്നെ തുടർന്നു. അവർ അപ്പുറത്തോട്ട് പോയില്ല. പോയപ്പോൾ മറ്റവർ അനുവദിച്ചുമില്ല. കുറച്ച് പേര് പോയില്ല. ഇനി പോയപ്പോഴും ഉയർന്ന മറ്റുള്ള ആളുകൾ സമ്മതിച്ചുമില്ല. ഞങ്ങളെ മക്കൾ തന്നെ, ബ്രാഹ്മണർ പറഞ്ഞു ഞങ്ങളുടെ മക്കൾ തന്നെ ഇത് ചെയ്യട്ടെ. ശൂദ്രന്മാരുടെ മക്കൾ പറഞ്ഞു ഞങ്ങളെ മക്കൾ ഇത് ചെയ്യട്ടെ. വൈശ്യന്മാരുടെ മക്കൾ പറഞ്ഞു ഞങ്ങളെ മക്കൾ തന്നെ ഈ കാര്യം ചെയ്യട്ടെ. ക്ഷത്രിയന്മാരുടെ മക്കൾ പറഞ്ഞു ഞങ്ങൾ തന്നെ ചെയ്യട്ടെ. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം അവർ പലരും നിഷേധിച്ചു. ഇത് തന്നെ സൗകര്യം എന്ന് പറഞ്ഞ് പിന്നെ വന്ന് തലമുറയും അത് തന്നെ അതിൻ്റെ കൂടെ കൂടി. കാരണം ഇത് ബ്രാഹ്മണനാവുക എന്നുള്ള അത്ര എളുപ്പമുള്ള കാര്യമല്ല. അന്നത്തെ വല്ലാതെ പഠിക്കണം, ഒരുപാട് അറിവ് തന്നെ. മാത്രമല്ല എന്നും പഠനമാണ്, ധാരാളമായി പഠിക്കണം, എന്നും പഠനമാണ്. അത് പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ ഇന്നിപ്പോൾ നിങ്ങൾ എടുത്തു നോക്കൂ, ഇന്നിപ്പോൾ പല ആളുകളും ഇരുന്നിപ്പോൾ ഡോക്ടർ ശ്യാംകുമാർ വലിയ ബഹളമാണ് ഉണ്ടാക്കുന്നത്. സോഷ്യൽ മീഡിയയിലും ഓരോ സ്ഥലത്തുമൊക്കെ പോയി ആളുകൾ വിളിച്ചിട്ട് വലിയ ബഹളമാണ്. വേദം പഠിക്കാൻ സമ്മതിക്കുന്നില്ല. ശ്യാംകുമാറെ ആ കാലം കഴിഞ്ഞില്ലേ? ഇപ്പോൾ വേദമൊക്കെ എല്ലാവർക്കും പഠിക്കാൻ പറ്റുമല്ലോ. നമുക്കിപ്പോൾ ഇപ്പോഴും പിന്നോക്ക സമുദായം എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, ഇപ്പോഴും ജാതിയും മതമൊക്കെ ഉണ്ടല്ലോ. നമുക്ക് കുറച്ച് ആളുകളെ വേദം പഠിപ്പിക്കാം. ശ്യാംകുമാർ ചെയ്യേണ്ടിയിരിക്കുന്നത് എന്താണ്? അല്ലെങ്കിൽ സുനിൽ പിള്ളയുടെ ചെയ്യേണ്ടത് എന്താണ്? അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ചെയ്യേണ്ടത് എന്താണ്? ഒരു കാലഘട്ടത്തിൽ വേദം പഠിക്കാൻ അന്നത്തെ ഒരു വിഭാഗം ആളുകൾക്ക് പറ്റിയില്ല. ഇപ്പം എന്തായാലും പറ്റും. നമുക്കെന്തായാലും പഠിക്കാം, ഉപനിഷത്ത് പഠിക്കാം, വേദം പഠിക്കാം. അതിലെന്തെങ്കിലും ശരിയുണ്ടോ എന്നൊക്കെ നോക്കാം. അതെങ്ങനെയാണ് മനുഷ്യനെ പ്രയോജനപ്പെടുത്തുന്നത് നോക്കാം. അതല്ല ചിന്ത. ഇപ്പോഴും പഠിക്കുന്നില്ല. ഇപ്പോഴും പഠിക്കുന്നത് ആരാ? ഒരു വിഭാഗം ആളുകളാണ്. മറ്റൊരു വിഭാഗം ആളുകൾ പഠിക്കുന്നില്ല. പഠിക്കാതെ എന്ത് ചെയ്യുന്നു? പഠിക്കാൻ പണ്ട് സമ്മതിച്ചില്ലേ എന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്നു. എന്താ ഉദ്ദേശം? ഒരു ഉദ്ദേശം വേണ്ടേ നമുക്ക്? പണ്ട് നിഷേധിച്ച കാര്യം കിട്ടിയപ്പോൾ അതെടുത്ത് ഉപയോഗിക്കുകയല്ലേ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ പറയേണ്ടത് എന്താണ്? ഇതിനകത്ത് ഒരു കാര്യമില്ല, പണ്ടുമില്ല ഇപ്പോഴുമില്ല എന്ന് പറഞ്ഞാൽ ന്യായമാണ്. ഇത് പണ്ട് നിഷേധിച്ചു എന്ന് ബഹളം ഉണ്ടാക്കുകയും ഇപ്പോൾ അവസരം കിട്ടുമ്പോൾ ഉപയോഗിക്കാതിരിക്കുകയും പിന്നെ തെറി പറയുകയും ചെയ്യുന്നത് എന്ത് സുഖമാണ്? മനുഷ്യരിങ്ങനെയാണ്. എല്ലാത്തിനുമില്ലേ? നിങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ എടുത്ത് നോക്കുക. എത്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട് ശ്യാംകുമാറെ? CPM, CPI, RSP, SUCI. RSP തന്നെ എത്ര എണ്ണം ഉണ്ട്? ഫോർവേഡ് ബ്ലോക്ക്. ഇന്ത്യയിലൊരു 40-50 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട്. നക്സലൈറ്റ്, മാവോയിസ്റ്റ്. കാറൽ മാർക്സിൻ്റെ കുറ്റമാണോ അത്? ലെനിൻ്റെ കുറ്റമാണോ? ഏംഗൽസിൻ്റെ കുറ്റമാണോ ഇത്രയും രാഷ്ട്രീയ പാർട്ടികൾ വന്നത്? കുഞ്ഞു കുഞ്ഞു ന്യായങ്ങൾ പറഞ്ഞാണ്, കൊച്ചു കാര്യങ്ങൾ പറഞ്ഞാണ് അവർ നിൽക്കണം. അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അധികാരവും പദവിയാണ് അവർക്ക് പ്രധാനം, വേറെ ഒരു കാര്യമില്ല. എത്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട്? എത്ര മതമുണ്ട്? എത്ര ജാതിയുണ്ട് ഈ സാക്ഷര കേരളത്തിൽ? എത്ര ഉപജാതിയുണ്ട്? ഈ ശ്യാംകുമാറൊക്കെ ഒരു നവോത്ഥാനം നടത്തുകയെ, ഈ ബ്രാഹ്മണന്മാരെ തെറി പറഞ്ഞുകൊണ്ട് നടക്കുന്ന സമയം കൊണ്ട് ഒരു നല്ല നവോത്ഥാനം നടത്തുകയെ, പിന്നോക്ക സമുദായങ്ങളുടെ ഇടയിൽ ഒക്കെ ഒന്ന് പ്രവർത്തിച്ചിട്ട് അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം നിങ്ങൾ 40 സമുദായമായിട്ട് നിൽക്കേണ്ട കാര്യമില്ല. എന്തിനാണ് ഇങ്ങനെ 10-100 സമുദായമായിട്ട് നിൽക്കുന്നത്? ഒന്നിച്ച് നിൽക്കുക. അങ്ങനെ സമുദായമൊന്നുമില്ല എന്നല്ലേ പറയേണ്ടത്? അതിന് പകരം വേദങ്ങളിൽ എന്ത് പറഞ്ഞിരിക്കുന്നു, ഉപനിഷത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു, അന്ന് ശൂദ്രനുണ്ടോ ബ്രാഹ്മണനുണ്ടോ, ഇങ്ങനെ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന നന്മയുള്ള തത്വശാസ്ത്രങ്ങൾ വികലമായ ആളുകൾ നടപ്പിലാക്കിയപ്പോൾ ആ വികലമായ നടപ്പിലാക്കലിനെ ഏറ്റെടുത്ത് വെച്ചുകൊണ്ട് ബഹളം കാണിക്കുകയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞാൽ ഈ വീഡിയോ അവസാനിപ്പിക്കാം. ശ്യാംകുമാറും സുനിൽ പിള്ളയുടെ ഒക്കെ വിദ്യാഭ്യാസമുള്ളവരല്ലേ? ലോകം മുഴുവൻ ഇരുണ്ട കാലഘട്ടമില്ലായിരുന്നോ? അമേരിക്കയിൽ അടിമത്തം ഇല്ലായിരുന്നോ? അവിടെ ശൂദ്രന്മാരും ബ്രാഹ്മണന്മാരും വേദവും ഉപനിഷത്തും ഹിന്ദുക്കളെന്നല്ലോ അവിടെ അടിമത്തം കൊണ്ടുവന്ന്. ദക്ഷിണാഫ്രിക്കയിൽ അപ്പാർത്തൈഡ് ഇല്ലായിരുന്നോ? വർണ്ണവിവേചനം ഇല്ലായിരുന്നോ? നിങ്ങൾ ഗൂഗിൾ അടിച്ച് നോക്കൂ. ലോകത്തിലെ 10, 40, 50 രാജ്യങ്ങളിൽ വർണ്ണവിവേചനവും അടിമത്വം ഉണ്ടായിരുന്നില്ലേ? അവിടെയെല്ലാം ഹിന്ദുക്കളാണോ പോയി ഇതൊക്കെ ചെയ്തത്? അതങ്ങനെ കാലഘട്ടമായിരുന്നു, ഒരു ഇരുണ്ട കാലഘട്ടം. അത് ലോകത്തെല്ലായിടത്തും ഉണ്ടായിരുന്നു. അപ്പോൾ ദയവായി നമുക്കിപ്പോൾ പഴയ കാലമൊക്കെ പറഞ്ഞ് ബ്രാഹ്മണന്മാരെ തെറി പറഞ്ഞുകൊണ്ടിരിക്കാതെ പുതിയ കാലഘട്ടത്തിലെ ആവശ്യകത എന്താണ്? ഞാൻ സൂചിപ്പിച്ച പോലെ പഴയ കാലത്ത് ബ്രാഹ്മണനും ആരായിരുന്നു ബ്രാഹ്മണൻ, ആരായിരുന്നു ശൂദ്രൻ, എന്തിനാണ് ചാതുർവർണ്ണ്യം ഉണ്ടാക്കിയത്?
അതുകൊണ്ടൊക്കെയാണ് ഇത്രയും മനോഹരമായ ഒരു സംവിധാനം, ഒരു ഒരു നിയമം അല്ലെങ്കിൽ ഒരു ആചരണ സംഹിത ആയതുകൊണ്ടാണ്, സംവിധാനമായതുകൊണ്ടാണ് കൃഷ്ണൻ പറഞ്ഞത് മയാ സിസ്റ്റം, ഞാനാണിത് സൃഷ്ടിച്ചതെന്ന്. ചാതുർവർണ്ണ മയാ സിസ്റ്റം എന്ന് കൃഷ്ണൻ പറഞ്ഞതല്ല. കൃഷ്ണൻ കള്ളനായിരുന്നോ? അനീതി നടത്തുന്ന ആളാണോ? എന്താണ് പറയുന്നത് ചേട്ടന്മാർ? എന്തായാലും നമുക്ക് വിശദമായി പഠിക്കാം. ശ്യാംകുമാറും സുനിൽപിള്ളയുടെയും എല്ലാവർക്കും നമുക്ക് വളരെ വിശദമായിട്ട് ഇതിൻ്റെ ചർച്ച ചെയ്യാം. ഇത് നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ട പണി ചെയ്യാതെ ഹിന്ദുക്കൾ പ്രതികരിക്കുന്നില്ലാത്തത് അവരുടെ ആയതുകൊണ്ട്, പിന്നെ സനാതന ധർമ്മവും ഇന്ത്യൻ ധർമ്മവും ഒക്കെ വലിയ സ്വാതന്ത്ര്യം തന്നിരിക്കുന്നത് കൂടി കൊണ്ട് ശ്യാംകുമാറിനൊക്കെ ഇങ്ങനെ പറയാൻ പറ്റുന്നത് ഹിന്ദു സമുദായവും സനാതന ധർമ്മവും തന്നിരിക്കുന്ന സ്വാതന്ത്ര്യമാണ് എന്ന് മനസ്സിലാക്കുക. ആ സ്വാതന്ത്ര്യത്തെ, അതാണ് സ്വാതന്ത്ര്യം. എല്ലാവർക്കും എന്തും ഏത് രൂപത്തിലും കാര്യങ്ങളെ വിശകലനം ചെയ്യുവാനും പറയുവാനും പ്രചരിപ്പിക്കുവാനും വ്യവഹരിക്കുവാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം, അതിൻ്റെ പേരാണ് സനാതനധർമ്മം. ആ ജനാധിപത്യം, അതിൻ്റെ പേരാണ് സനാതനധർമ്മം. സ്വാതന്ത്ര്യം, ജനാധിപത്യം, അഹിംസ, സത്യം, ഇതെല്ലാം ചേരുന്നതിൻ്റെ പേരാണ് സനാതനധർമ്മം. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ഇത്രയും നിർത്താം. തുടർ വീഡിയോകളിൽ നമുക്ക് ബാക്കി സംഭാഷണമാകാം.